കഴിഞ്ഞ കുറെ നാളുകളായി കേരള സർക്കാരിനെ പൊതുവെയും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രത്യേകിച്ചും കോടതികളിൽ നിന്ന് നിരന്തരമായി തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും ഒടുവിലത്തെ തിരിച്ചടിയാണ് ഇപ്പോൾ കണ്ണൂർ മേഖലയിൽ നടന്ന ചില ക്രിമിനൽ കേസുകളുടെ തുടർ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. വളരെ ശക്തമായ ഭാഷയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സർക്കാരിനും CPM-നും കടുത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. എന്ത് പൊതുജന പ്രാധാന്യമാണ് ഈ ക്രിമിനൽ കേസുകൾ പിൻവലിക്കുന്നതിനുള്ളത് എന്ന് ബഹുമാനപ്പെട്ട കോടതി പച്ചയായ ഭാഷയിൽ CPM-നോടും അതുപോലെ ഗവൺമെന്റിനോടും ചോദിച്ചിരിക്കുകയാണ്. നമ്മൾ ഓർക്കണം, ക്രിമിനൽ കേസുകളിലെ പ്രതികളെ വെറുതെ വിടണമെന്നും ആ കേസുകൾ അവസാനിപ്പിക്കണമെന്നും ഒക്കെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭയും അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയും കോടതിയെ സമീപിക്കുമ്പോൾ ആ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നില എത്രമാത്രം തകർന്നിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇതിനോടകം കുപ്രസിദ്ധമായിരിക്കുന്ന ഷുക്കൂർ വധക്കേസിലെ പ്രതികളിൽപ്പെട്ട മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മുൻനിര നേതാക്കളിൽ ഒരാളായ P. ജയരാജനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അതിനെതിരായി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രവർത്തകർ പോലീസിന് നേരെ സ്റ്റീൽ ബോംബ് എറിഞ്ഞ കുപ്രസിദ്ധമായ ഒരു കേസാണ് ഇപ്പോൾ പിൻവലിക്കണം എന്ന് ബഹുമാനപ്പെട്ട സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഓർക്കണം, ഒരു ഭരണകക്ഷിയിലെ നേതാവിനെ സംരക്ഷിക്കുന്നതിനും അവരോടൊപ്പമുള്ള പ്രവർത്തകരെ സംരക്ഷിക്കുന്നതും ക്രമസമാധാന നില സ്ഥാപിക്കാൻ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ നേരെ സ്റ്റീൽ ബോംബ് എറിയുമ്പോൾ എത്ര ക്രൂരമായ ഒരു സമീപനമാണ് ഈ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അതിനൊത്താശ ചെയ്തു കൊടുക്കുന്നത് അതിനേക്കാൾ എത്രയോ ക്രൂരമാണ്, ജനങ്ങളെ വെല്ലുവിളിക്കുന്നത് തുല്യമാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അതിനോട് ചേർത്താണ് 2 ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പയ്യന്നൂർ നഗരസഭയിലേക്ക് ഇപ്പോൾ മത്സരിക്കുന്നതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ ഒരു ക്രിമിനൽ കേസിൽ 20 വർഷത്തേക്ക് ശിക്ഷിച്ചിരിക്കുന്നത്. ആ പ്രതി ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടികയിൽ സജീവമായി പ്രവർത്തന രംഗത്താണ്. ഇന്നലെയാണ് ഇത് സംബന്ധിച്ചുള്ള വിധി പുറത്തു വന്നത്. ഇന്നലെ തന്നെ അദ്ദേഹത്തിന്റെ പേര് സ്ഥാനാർത്ഥി പട്ടികയിൽ അംഗീകരിച്ച് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അദ്ദേഹം ഇതുപോലെ വധശ്രമത്തിന് ഉള്ള കേസിൽ പ്രതി പട്ടികയിൽപ്പെട്ടയാളാണ്. അദ്ദേഹത്തെ 20 വർഷത്തെ കഠിന തടവിനാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശിക്ഷിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു പ്രതിയെയാണോ ജനങ്ങളുടെ പ്രതിനിധിയായി തെരഞ്ഞെടുത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് അയക്കേണ്ടത് എന്ന ഒരു വലിയ ചോദ്യം സമൂഹത്തിന് മുൻപിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. ഇതിനെ സംബന്ധിച്ചുള്ള ചില ചോദ്യങ്ങൾ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളോട് ചോദിച്ചപ്പോൾ യാതൊരു കൂസലുമില്ലാതെ പറയുകയാണ്, ഞങ്ങൾ മേൽക്കോടതിയെ സമീപിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറ്റുന്ന പ്രശ്നമില്ല. എത്ര ധാർഷ്ട്യമാണ്, എത്ര അധികാര ദുർവിനിയോഗമാണ്, ജനങ്ങളോടുള്ള എത്ര കടുത്ത വെല്ലുവിളിയാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് അവരുടെ തന്നെ കുഴി തോണ്ടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സമൂഹ മനസാക്ഷിയെ വല്ലാതെ തൊട്ട് ഉണർത്തുന്നതായിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങളിൽ CPM-ഉം CPM നേതൃത്വം കൊടുക്കുന്ന സർക്കാരും സ്വീകരിക്കുന്ന നടപടികൾ ഒരിക്കലും നീതിപൂർവമല്ല, ജനസൗഹൃദമല്ല. ഇവർ വീമ്പിളക്കുന്നത് സ്ത്രീ സുരക്ഷ,
ക്രമസമാധാനം ഒക്കെ തുടങ്ങിയ കാര്യങ്ങളിൽ കേരളം നമ്പർ 1 ആണ് എന്നാണ്. ഒരു ഭാഗത്ത് നമ്പർ 1 ആണെന്ന് പറയുകയും മറുഭാഗത്ത് ക്രിമിനൽ കേസിൽ പ്രതികളായിട്ടുള്ളവരെയും ശിക്ഷിക്കപ്പെട്ടവരെയും യാതൊരു ഉൾപ്പുമില്ലാതെ സംരക്ഷിക്കാൻ മുന്നോട്ട് വരികയും ചെയ്യുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസരവാദപരമായ നിലപാട്, ഇരട്ടത്താപ്പ് ജനങ്ങൾ നന്നായി തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കുപ്രസിദ്ധമായ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെയൊക്കെ ഏതു തരത്തിലാണ് സർക്കാർ പരോൾ നൽകിയും അല്ലാതെയും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ ഒരു പ്രധാനപ്പെട്ട പ്രതിയായ കൊടിസുനിയെയൊക്കെ പോലീസുകാർ കാവൽ നിന്നുകൊണ്ട് മദ്യസൽക്കാരം നടത്താനൊക്കെ ജയിലിന് പുറത്ത് അവസരമുണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത സംഭവമാണ്. അതും കേരളത്തിൽ ഈ അടുത്ത കാലത്ത് നടന്നിരിക്കുന്നു. ജയിലിനകത്ത് അത്തരം പ്രതികൾക്ക് എല്ലാ ഒത്താശകളും സൗകര്യങ്ങളും, മൊബൈൽ ഫോണും അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരവും ഒക്കെ ലഭിക്കത്തക്ക രീതിയിൽ എല്ലാ സൗകര്യങ്ങളും ഒപ്പിച്ചു കൊടുക്കുവാൻ ഭരണകൂടവും തയ്യാറായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കേരളത്തിലെ പൊതുസമൂഹം കുറെ നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സംസ്ഥാനം ക്രമസമാധാന നിലയിൽ എവിടേക്കാണ് പോകുന്നതെന്ന ചോദ്യം ഉയർന്നു നിൽക്കുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് ഇന്നലെ ഉണ്ടായിരിക്കുന്ന നിരീക്ഷണം ഈ സർക്കാരിന്റെയും CPM-ന്റെയും കണ്ണു തുറപ്പിക്കണമേ എന്നാണ് കേരളത്തിലെ പൊതുസമൂഹം പ്രാർത്ഥിക്കുന്നതും അപേക്ഷിക്കുന്നതും. എന്തായാലും ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പ് 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനൽസിലൂടെ വരുന്ന മാസം 9, 11 തീയതികളിൽ നടക്കാൻ പോവുകയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. വളരെ വാശിയോടുകൂടി ഭരണകക്ഷികളും പ്രതിപക്ഷ കക്ഷികളും ആ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നുണ്ട്. ജനം ഈ CPM-ന്റെ ഈ തരത്തിലുള്ള അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, അക്രമികളെ സംരക്ഷിക്കുന്ന സമീപനത്തിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. വരും ദിവസങ്ങളിൽ അതിന്റെ ചിത്രം കുറെ കൂടെ വ്യക്തമാകും. എന്തായാലും ക്രിമിനൽ കേസിൽപ്പെട്ട കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട കൊലക്കേസ് പ്രതികളെയും കൊലപാതക ശ്രമത്തിന് ശിക്ഷിക്കപ്പെട്ടവരെയും സംരക്ഷിക്കുന്ന ഒരു സമീപനം ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൽ ജനരക്ഷയ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ സ്വീകരിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാവുന്നതല്ല. അതിൽ നിന്ന് CPM പ്രത്യേകിച്ച് പിന്മാറണം. CPM നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റും ആ കാര്യത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് പൊതുസമൂഹത്തിനും വേണ്ടിയും അല്ലാതെയും വ്യക്തികളായും ഇപ്പോൾ ആഗ്രഹിക്കുന്നതും അപേക്ഷിക്കുന്നതും.